ജോലിയായിരുന്ന സമയത്ത് ജയ അരി നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ? വിനിതയ്ക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. ജയ അരി എന്ന് പറയുന്നത് ഈ നീളത്തിലുള്ള ജയ അരിയാണ്. അത് കുറേ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ആ അരിക്കടയുടെ മുമ്പ് ഞാൻ ചാക്കിൻ്റെ മീതെ കയറിയിരിക്കും. എൻ്റെ കൊച്ചിച്ചൻ്റെ കടയാണ്. ഗൾഫിൽ വന്നിട്ടുള്ളത് ഈ 10 കൊല്ലത്തിന് മുമ്പ് 20 കൊല്ലത്തിന് മുമ്പ് ഞാൻ വ്യഞ്ജനക്കടയാണ് നടത്തിക്കൊണ്ടിരുന്നത് എൻ്റെ കൊച്ചിച്ചൻ്റെ കൂടെ. അപ്പോൾ ഈ അരി എടുത്ത് ഫ്രണ്ടിൽ വായിലിട്ട് ചവച്ച് പല്ല് പൊട്ടി. ജയ അരി ഭയങ്കര ഉറപ്പാണ്. ഇപ്പോഴാണ് സുലേഖാരിക്ക് വന്നത്. അതിനുശേഷം 10-20 കൊല്ലമായിട്ടാ ഈ പല്ല് പോയിട്ട്, ഇപ്പോഴും പോയതൊന്നുമില്ല. അതിനുശേഷം ഈ പല്ല് പോയി. കല്യാണം കഴിഞ്ഞപ്പോഴും എൻ്റെ പെണ്ണ് പറഞ്ഞ് പല്ല് മാറ്റാൻ. ഞാൻ എന്നെ കാണുന്നവരെ കണ്ടാൽ മതി, എനിക്കിത് മതി. പക്ഷേ ഇപ്പോഴും പറയുന്നുണ്ട് പല്ല് മാറ്റായി. പക്ഷേ ഈ നാട്ടിൽ പോട്ട് തീരുമാനിക്കണം വെക്കണോ വേണ്ടേന്ന്. എനിക്കിഷ്ടമില്ല. കാരണം ചുമ്മാ ഇരിക്കുന്ന പല്ല് ഇളക്കി വല്ല തലവേദന മണ്ടവേദന പറഞ്ഞെങ്കിലാ എന്ന് പറയും. അതുകൊണ്ട് എനിക്ക് നാണക്കേടാ. എനിക്ക് കുറച്ചില്ല അങ്ങനെയൊന്നുമില്ല. എന്നെ കാണുന്നവർ കണ്ടാൽ മതി എന്ന് കുറച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് പറയാം. വിനിത ഹായ് എന്ന് വിളിക്കണം. ഡീൻസ് ഹായ് പറയുന്നുണ്ട്. ബദൂൾസ് ബ്ലോഗ്, റീൻസ് ബ്ലോഗ് എന്ന് വിളിക്കുന്നുണ്ട്. അഴകിയ എനിക്ക് സുലേഖ അരി ഇഷ്ടമാണ്. സുലേഖ അരി എന്ന് പറയുന്നത് പെട്ടെന്ന് വേവ്. ജയ അരി എന്ന് പറയുന്നത് ഹോട്ടലിലാറാണ് വാങ്ങി